सो जा सो जा। और हड्डी खट्टी के 11 महीने से बहकाता ही, ये महीने में तो इबादत करन दे। കണ്ടൻ്റെയൊക്കെ അടിപൊളി. നമ്മളൊക്കെ അവസ്ഥ തന്നെയാണ്. നമ്മളിങ്ങനെ പലിശക്ക് കിടക്കുമ്പോൾ കുറച്ചേരം പാടെ ഉറങ്ങും, കുറച്ചേരം പാടെ ഉറങ്ങട്ടെ, ഉറങ്ങി ലാസ്റ്റ് നീച്ചുമ്പത്തിന് വാങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ആ കുട്ടി ഇങ്ങനെ എണീക്കാൻ നിൽക്കണ നേരത്തെ ശൈത്താൻ വന്നിട്ട് കുറച്ചും പാടെ ഉറങ്ങിക്കോ എന്ന് പറയണേ. കുട്ടി നേരെ ചെറിക്കൊന്ന് കൊടുത്തിട്ട് പോയി പണിയൊക്കെ ചെക്കായി. റമളാൻ മാസമാണ്, വേറെ പണിയൊന്നുമില്ല, നേരെ നീച്ചു പോവാണ്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പൈശാചികമായ ചിന്തകൾ ഉണ്ടാക്കുന്ന ശൈത്താനിനെ അള്ളാഹു സുബ്ഹാനഹു തആല ചങ്ങല കൊണ്ട് മുറുകെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതായത് ശൈത്താൻ മുഖേന റമളാൻ മാസത്തിൽ ഒരു മനുഷ്യനും ഒരു തെറ്റും ചെയ്യുകയില്ല. അപ്പം നമ്മൾ ചെയ്യണ തെറ്റോ എന്നൊരു ചോദ്യം ഉണ്ടാവും. കാരണം നമ്മുടെ സ്വന്തം ശരീരം അമ്മാറത്തും ബിസു എന്നാണ്, മോശപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ മാസത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വ ഇച്ഛകൾക്ക്, ദേഹേച്ഛകൾ മുഖേന ഉണ്ടാകുന്ന തെറ്റുകളായിട്ടാണ് അത് രൂപപ്പെടുന്നത്. പിന്നെ നമ്മൾ ലാഘവത്തോടെ കാണി പുലർച്ചക്ക് ഭയങ്കര കൂലിയ മക്കളെ കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ റമളാൻ മാസത്തിൽ മിസ്സാക്കരുത് എന്ന് പറഞ്ഞ് എണ്ണിയ 3 കാര്യത്തിൽ ഒന്ന് എന്നുള്ളത് തസഹറു, നിങ്ങൾ പുലർച്ചയ്ക്ക് എണീക്കുകയും പുലർച്ചയിൽ നിങ്ങൾക്ക് ഒരുപാട് ബർക്കത്തുണ്ട് എന്നാണ്. അതായത് സാമ്പത്തികമായിട്ടും ഈ വീട് പണി, കടള്ളോര്, കുറേ പ്രശ്നങ്ങളുണ്ടാവും, മനുഷ്യന്മാരല്ലേ, അതൊക്കെ ചോദിക്കാൻ പറ്റിയ ടൈമാണ് പുലർച്ചൻ്റെ ടൈം. ചോദിക്കാൻ പറ്റിയ ടൈം എന്ന് മാത്രമല്ല, ചോദിച്ചതിൽ മസ്റ്റായിട്ട് ഉത്തരം കിട്ടാൻ വരെ സാധ്യതയുള്ള 100% ഗ്യാരണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന ടൈമാണ് ഈ സുബഹിനോടടുത്ത ഈ പുലർച്ചത്തെ സമയം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നാളെ ഈ വീഡിയോ കണ്ടിട്ട് ശൈത്താനാ വിചാരിച്ചിട്ട് ചെറിയ തല്ലാതെ നിൽക്കണ്ട. ശൈത്താനാണെങ്കിൽ ചെറിയ തല്ലിയാൽ ചിലപ്പോൾ പോവക്കാരം. പക്ഷെ നിങ്ങളെ വിളിച്ചാൽ വരെ നിങ്ങളെ ഉമ്മേക്കാരം. അപ്പോൾ ഇമ്മാക്കൊന്ന് കൊടുത്താൽ ഡബിളായിട്ട് എൻ്റെ തിരിച്ചു കിട്ടും. ഇൻഷാ അല്ലാഹ്.